ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ലോങ് വീഡിയോയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളുകളായി. എന്നാലും ഷോർട്സിലൂടെ എല്ലാം നമ്മുടെ പുതിയ അപ്ഡേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. ഏതെങ്കിലും വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ എല്ലാം കുറേയധികം സംശയങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതുകൂടി ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. താമരയും ആമ്പലും എല്ലാം അതിൽ ഉൾപ്പെടും. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ട്യൂബർ മേടിച്ച് വയ്ക്കാമോ എന്നുള്ളത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. ധൈര്യമായിട്ട് തന്നെ ട്യൂബറുകൾ മേടിച്ച് വയ്ക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്യൂബറുകൾ മേടിക്കുമ്പോൾ നല്ല ഹെൽത്തിയായ ട്യൂബറുകൾ മേടിക്കണം. അതുപോലെ ആ മേടിച്ച ട്യൂബറുകളെ ഒന്ന് ഫ്രഷ് വാട്ടറിലിട്ട് ഒന്ന് റണ്ണറൊക്കെ ഓടിയതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് പെട്ടെന്ന് വളർച്ചയുണ്ടാകും. അതുപോലെ നടുമ്പോൾ കൂടുതൽ വളങ്ങളൊന്നും ചേർക്കാതിരിക്കുക. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉണക്ക ചാണകവും നന്നായിട്ട് മിക്സ് ചെയ്ത് അടിവളമായിട്ടിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെളി കിട്ടുമെങ്കിൽ ചെളി തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ തന്നെ കല്ലില്ലാത്ത മണ്ണ് ഉപയോഗിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്യാം. പ്ലാന്റിങ് മെത്തേഡ് എല്ലാം നമ്മുടെ വീഡിയോയിലൂടെയും ഷോർട്സിലൂടെയും എല്ലാം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെയോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയോ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ മറ്റൊരു സംശയം നമ്മുടെ കസ്റ്റമേഴ്സിനുള്ളതെന്തെന്ന് വെച്ചാൽ, ഒന്നിലധികം വെറൈറ്റി താമരകൾ ഒരു ടബിൽ ഒന്നിച്ച് നടാമോ എന്നുള്ളതാണ്. ഒരിക്കലും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ നടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നിലധികം വെറൈറ്റികൾ നടുമ്പോൾ ഒരു പ്ലാന്റ് ചിലപ്പോൾ നന്നായിട്ട് വളരും. അതുപോലെ നമ്മൾ ഒരു ട്യൂബർ ഒരു ടബിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ആ ടബിൽ ആ ട്യൂബർ നന്നായിട്ട് വളർന്ന് നല്ല ഫ്ലവറുകൾ നമുക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, നമ്മുടെ കുറേ ടബുകളിലൊക്കെ താമരയും ആമ്പലും ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അതും ഒരിക്കലും നന്നല്ല. അങ്ങനെ ഇവിടെ സംഭവിച്ചത്, നമ്മൾ പോട്ടിംഗ് മിക്സ് റീപോട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റി നടുമല്ലോ. അപ്പോൾ താമരയും ആമ്പലും ഒക്കെ വെച്ചിരിക്കുന്ന ടബുകൾ മാറ്റി മാറ്റി നടാറുണ്ട്. ആ സമയത്ത് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൽ വാട്ടർ ലില്ലീസ് ചില ടബുകൾ നിൽക്കുന്നതിൽ ഞാൻ പിന്നീട് ലോട്ടസ് നടാറുണ്ട്. അപ്പോൾ ആ ടബിൽ ചിലപ്പോൾ ചെറിയ ട്യൂബറുകളോ അതിൻ്റെ സീഡ്സോ ഒക്കെ വീണിട്ട് വാട്ടർ ലില്ലീസ് പിടിക്കാറുണ്ട്. ആ വാട്ടർ ലില്ലീസ് ഒന്നുകിൽ ഫ്ലവർ ആകുമ്പോൾ അതിൻ്റെ ID കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് ഞാനതിനെ സെയിൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആ ടബിൽ നിന്ന് അതിനെ മാറ്റി നടാറുമുണ്ട്. അല്ലെങ്കിൽ ആ ടബിൽ ആ ആമ്പൽ നന്നായിട്ട് വളരും, പക്ഷേ ആ താമരയ്ക്ക് വളർച്ച കുറയും. കുറേയധികം വാട്ടർ ലില്ലീസും ലോട്ടസ് ട്യൂബേഴ്സും എല്ലാം നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആകുന്നുണ്ട്. അത് അവൈലബിൾ ആകുന്ന സമയത്ത് ഞാൻ ഷോർട്സിലൂടെയും സ്റ്റാറ്റസിലൂടെയും എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നേരത്തെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ലോട്ടസിനെല്ലാം ഇപ്പോൾ ട്യൂബേഴ്സ് വളരെ കുറവാണ് കിട്ടുന്നത്. നേരത്തെ ഒരു വെറൈറ്റിക്ക് തന്നെ 10 ട്യൂബറുകളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം തന്നെ കിട്ടിയാൽ അത് ഭാഗ്യം. ചിലപ്പോൾ നമുക്ക് റണ്ണറുകൾ പോലും കിട്ടാൻ ഇല്ലാതെ വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ ആ ടബ് ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിൻ്റേതാണ്. വിത്ത് ടബ് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അടുത്തുള്ള ഗാർഡനിലോ വേറെ എവിടെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ വളരെ നന്നായിട്ട് അതിനെ കെയർ ചെയ്താൽ മാത്രമേ അതിന് നന്നായിട്ട് പൂക്കൾ കിട്ടുകയുള്ളൂ.
അതെല്ലാം നമ്മുടെ വീഡിയോസിലൂടെയും ഷോർട്സിലൂടെയും നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ സമയങ്ങളിൽ വളവും അതിൻ്റെ വേണ്ട ഇലകളും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ, ഇലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ലില്ലീസിന് ഒരുപാട് ഇലകൾ വേണമെന്നൊന്നുമില്ല. ഒരു 5 ഇലയായാലും അത് മതി. ടബിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന ഇലകളെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതെല്ലാം ആ പ്ലാന്റിന് വളരെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ഈ പരിചരണം എല്ലാം കൊടുത്താൽ മാത്രമേ നന്നായിട്ട് ഫ്ലവറുകൾ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഒരു വാട്ടർ പ്ലാന്റ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താണ് വളർത്തുന്നത്. അതിൻ്റെ ആരംഭഘട്ടം മുതൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് അറിയാവുന്നവർക്കറിയാം അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച്. നമ്മൾ ഓരോ ടബിൻ്റെയും ട്യൂബറിൻ്റെയും, ടബെന്ന് പറയുമ്പോൾ വിത്ത് പ്ലാന്റോട് കൂടിയ ടബിൻ്റെയും ട്യൂബറിൻ്റെയും വാട്ടർ ലില്ലീസിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ച് അത് പറയുമ്പോൾ അവർക്ക് വലിയ വിഷമമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ വിലയൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോവുകയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും പ്ലാന്റോ എന്തെങ്കിലും ട്യൂബറോ അതുപോലെ ഉള്ള വാട്ടർ ലില്ലീസോ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഓക്കെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനം എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്താണ് വളർത്തുന്നതെന്ന് അവർ മനസ്സിലാക്കിയാൽ അതിൻ്റെ വാല്യൂ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്ടർ പ്ലാന്റ്സ് ഇല്ലാത്തവർ അതെല്ലാം മേടിച്ച് വെച്ച് വളർത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. നല്ല താമരകളും ആമ്പലുകളും അതുപോലെയുള്ള ചെടികളും എല്ലാം നമ്മുടെ ഗാർഡനിലുണ്ട്. വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോളുകൾ ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട എല്ലാ ഫോളോ അപ്പും നമ്മൾ നൽകുന്നതാണ്. എപ്പോഴാണെങ്കിലും അതിന് മറുപടി നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ലഭിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചു കൊണ്ട് വീഡിയോ നിർത്തുന്നു. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.